അമ്മാവാ എന്താടാ അങ്ങോട്ടും നോക്കി. എടാ മോനെ, അമ്പലത്തിൽ പോയ ഭക്തി മാത്രമേ പാടുള്ളൂ. പൂജാരിയുടെ മോളെ ലൈൻ അടിക്കാൻ നോക്കല്ലേ. മുഖം തിരിക്കടാ, തിരിക്ക്. ഓ അമ്മാവാ, ഞാൻ ശരിക്കും ഒന്ന് കണ്ടോട്ടെ. എടാ വെറുതെ ഇരിക്കാം അമ്മാവാ. ഞാനിവളെ കല്യാണം കഴിച്ചാലേ ഇന്നലെ അമ്മാവിനോടാന്ന് കണ്ട പെണ്ണിന്റെ കാര്യമില്ലേ, അത് നമുക്ക് ശരിയാക്കാന്നേ. എങ്ങനെയുണ്ട് ഐഡിയ? എന്നെ കൊലയ്ക്ക് കൊടുത്തേ നീ അടങ്ങൂ. എടാ നമ്മൾ ഇവിടെ വന്നത് ഉണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാനാ, പുതിയ പ്രശ്നം ഉണ്ടാക്കാനല്ല. നീ അതിന്റെ പാടാ, ഞാൻ പോവുക. ചക്കരക്കുട്ട, പാവന്റെ പൊന്നെ. അണ്ണാ, ഞാൻ പറഞ്ഞില്ലേ ഇവനാ അന്ന് വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാള് കൊള്ളാലോ. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? ആ ഇവനല്ലണ്ണ, പുറകിലോട്ട് നിൽക്കുന്നില്ലേ ആ കൊള്ളൻ, അവനാ. എടാ പന്ന പറട്ടെ, ഈ മൂത്ത് നരച്ച പ്രായത്തില് നിനക്കെന്തിനാണ് ഒരു കല്യാണം? ഇവന് മൂപ്പ് മാത്രമല്ല, എല്ലാം കൂടുതലാ. അണ്ണന്റെ പേര് നാട് നീളെ നടന്ന് നാറ്റിക്കവൻ. അണ്ണനെ അറിയാവുന്ന പറഞ്ഞ് ഞങ്ങളെ സ്കെച്ച് ചെയ്യാൻ നോക്കിയവൻ. എവൻ ആള് കൊള്ളാവല്ലോ. നീ ഞങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ വരട്ടാൻ നോക്കുന്നോ? അല്ല, നിന്റെ പേരെന്താ? ജിലേബി. ജിലേബിയാ? ജിലേബി ഇത് പേരാ, വേറൊന്നും കിട്ടില്ലടാ. എന്റെ പപ്പയ്ക്ക് ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അവിടെ ജിലേബിയാ സ്പെഷ്യൽ. ഞാനൊരു ജിലേബി കൊതിയന്, അതിനെന്നെ കളിയാക്കി വിളിക്കുന്ന പേരാ ജിലേബി. ആ, നിന്റെ പേരെന്താ? ചെറിയുന്ന. ചെറിയുന്ന? ഇതിനും എന്തെങ്കിലും കഥയുണ്ടോടാ? ജസ്റ്റ് ചെറി, നിക്നെയിമാ. ആഹാ, അവന്റെ സ്വീറ്റിന്റെ പേരും നീ ഒരു ഫ്രൂട്ടിന്റെ പേരും ഇട്ടുണ്ട്. ആളെ കളിയൊക്കെ ഇറങ്ങിയിരിക്കാം. അവന്മാരെ പിടിച്ചു. ഹൈദരാബാദിലുള്ളവർക്ക് ബാബുജിയുടെ പേര് ഉപയോഗിക്കാൻ അവകാശമില്ലേ? ബാബുജി ജനങ്ങൾ സ്നേഹിക്കുന്നു, ബാബുജി ജനങ്ങൾ ആരാധിക്കുന്നു, അതുകൊണ്ടാണ് പേര് ഉപയോഗിച്ചത്. കുഴപ്പമുണ്ടോ? എന്താടാ പുതിയ കഥയും കൊണ്ട് ഇറങ്ങിയിരിക്ക നീ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു വാഴയ്ക്കാൻ മനസ്സിലാകുന്നില്ല. താൻ മനസ്സിലാക്കണമെന്നില്ല, അണ്ണന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഹൈദരാബാദിൽ ബിരിയാണി എത്രയ്ക്ക് ഫേമസ് ആണോ, ബാബുജിയുടെ പേരും അത്രയ്ക്ക് ഫേമസ് ആണ്. എന്തിന്? ഹൈദരാബാദിൽ ചാർമിനാർ എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ കീരി ബാബു, അല്ലേ അമ്മാവ? എന്താടാ സോപ്പിടാൻ നോക്കോ നീ? വെല്ലിച്ച എന്താടാ? പറഞ്ഞോട്ടെ. ആ പറഞ്ഞോട്ടെ. നീ പറഞ്ഞോടാ. ഈ വിവരം കേട്ടവന്മാർക്ക് അറിയില്ല പുറത്തുള്ള നിങ്ങളുടെ വില. ഇവിടെ ബാബുജിയുടെ പേര് പറഞ്ഞാൽ പോലീസ് ലൈസൻസ് ചോദിക്കില്ല, ട്രാഫിക് പെറ്റി അടിക്കില്ല, പമ്പിൽ പൈസയും വേണ്ട. അങ്ങനെ ഒരു പവർഫുൾ മാന്റെ പേര് ഉപയോഗിച്ചതിൽ എന്താ മിസ്റ്റർ തെറ്റ്? അതിൽ ഒരു തെറ്റുമില്ലടാ. ലോകം മുഴുവൻ നടന്ന് ഞങ്ങളുടെ പേര് നാറ്റിച്ചോളാമെന്ന് വല്ല നേർച്ച ഉണ്ടോ നിനക്ക്? വെല്ലിച്ച, ഓ, ഞാൻ ഒന്നും മിണ്ടുന്നില്ലേ. ഇവരെ പോലുള്ളവരോടൊക്കെ സംസാരിച്ചാലല്ലേ ഫീൽഡില് നമ്മുടെ വില അറിയാൻ പറ്റൂ. ആ അവിടെ കൊടുകൈ. സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അമ്മ ഒന്നെടുത്തേ. ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളായിരുന്നു. കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ മാറിയിടോ. ആ കൈയൊന്നും ഇങ്ങോട്ട്. ചേട്ടാ, കോളേജിൽ പോവാ. സാറിന് ബംഗ്ലാ? അതെ. അമ്മവാ, ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ. നീ എന്ത് ഭാവിച്ചാ ആ പെണ്ണിന്റെ കൂടെ നിൽക്കാൻ പോവാ? എടുക്കമ്മാവാ. ഇത് ചൈന സെറ്റാടാ, ഡ്യൂപ്ലിക്കേറ്റ് ചാർജ് ഇല്ല. കൊള്ളാലോടാ, ചാർജ് ഉണ്ടെങ്കിൽ നീ എടുക്കുവല്ലേ? അതും കല്യാണപ്രായമായ പെണ്ണിന്റെ കൂടെ വന്ന്. അതിലെന്തെത്ര തെറ്റ്? നല്ല പബ്ലിസിറ്റി കിട്ടും, നല്ല നല്ല കുടുംബത്തിൽ നിന്ന് ആലോചനയും വരും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? നീ കോളേജിൽ പോവോളെ, ചെല്ലേ. അല്ല സാർ, ഏത് കോളേജില്ല? നീ ഇവിടുത്തെ സെൻസസ് എടുക്കാൻ വന്നതാ. നമ്മൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ, നമുക്ക് ഇവിടുന്ന് പോവാം. അതല്ല മാവാ, ഏത് കോളേജാന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലല്ലേ? എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങോട്ട് പോയാ ബാബുജിയുടെ പെങ്ങൾ ആ കോളേജിലുണ്ട്, അങ്ങോട്ട് അടുക്കണ്ടെന്ന് പറയാലോ. ശരിയല്ലേ സാർ? കറക്റ്റ്. ബിടെക് ഫൈനൽ ഇയർ, ശ്രേയ എഞ്ചിനീയറിംഗ് കോളേജ്. പറയടാ, എല്ലാം പറഞ്ഞു കൊടുക്ക്. പിൻകോഡും പോസ്റ്റൽ അഡ്രസ്സും ഹൈറ്റും വെയിറ്റും രാശിയും നക്ഷത്രവും എല്ലാം പറഞ്ഞു കൊടുക്ക്. എന്താ ഒരു ചേർത്താ? നല്ല മുഹൂർത്തം നോക്കി കെട്ടിച്ചു കൂടെ. ഇയാളിത് എവിടുത്തുകാരന്? എന്താ തന്റെ പ്രശ്നം? ബാബുജിയെ കാണാൻ വരുന്നവരൊക്കെ പെങ്ങളെ കല്യാണം ആലോചിച്ച് വരുന്നതാണ്. നീ ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ കയറി വന്നാൽ എങ്ങനെയാ പെരുമാറുന്ന അറിഞ്ഞൂടെ? നീ വരെ ദോഷി. അല്ലെങ്കിൽ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിന്റെ അമ്മാവനെ. സാർ, ആരെന്ത് പറഞ്ഞാലും ഞാനൊരു സൽസ്വഭാവിയാണ്, സാറിന് മനസ്സിലായല്ലോ. നീ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നിന്റെ ക്യാരക്ടർ എനിക്ക് നന്നായി മനസ്സിലായി. ഓ, സമാധാനമായി. നിനക്കിനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കാണാം. താങ്ക് യു സാർ. ഒരു ചെറിയ റിക്വസ്റ്റ്, എന്റെ അമ്മാവനെ ഇനി ആരും പേടിപ്പിക്കരുതെന്ന് പറയണം. നീ ധൈര്യമായിട്ട് വെക്കൂ. ചെല്ല്. താങ്ക് യു സാർ. താങ്ക് യു സാർ. പുലിയാണ് കേട്ടാ. എന്താ അമ്മാരുടെ ശബ്ദമൊക്കെ അടിച്ചു പോയോ? ശബ്ദം മാത്രമല്ല, എന്റെ ജീവൻ തന്നെ പോയായിരുന്നു നിന്റെ കയ്യിലിരിപ്പിന്. ആ പെണ്ണിന്റെ ഫോട്ടോയും അഡ്രസ് എന്തിനാ? കൊന്നു കളയോ അമ്മാര്? ആന്നും എനിക്കൊരു പ്രശ്നമല്ല, അവളെ എനിക്കിഷ്ടമായി, ഞാൻ പ്രേമിക്കാൻ പോവാ. തലയിലെടുത്ത്, എന്റെ തലയിലെടുത്ത്. ഇതിനെ എങ്ങോട്ടാടാ? അവളുടെ കോളേജിലേക്ക്. മഞ്ജു, മഞ്ജു, ഞാൻ നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴൊക്കെ നീ എന്നെ ഒഴിവാക്കി. ഇപ്പൊ നീ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടും. പറയുന്നോ അതോ ചാടണോ? മഞ്ജു, മര്യാദയ്ക്ക് പറഞ്ഞു, കൂടുതൽ ആലോചിക്കണ്ട. ഞാനിപ്പോ ചാടും. അവനെ കണ്ടിട്ട് നിന്നെക്കാളും വലിയ വട്ടാണെന്നാ തോന്നുന്നത്. എന്നെക്കാളും വലിയ വട്ടൻ ഈ ലോകത്ത് കാണില്ല. മഞ്ജു, ചാടണോ? പറയുന്നോ? ഒന്ന് പറമോളെ, അവനെങ്ങാനും ചാടിയാ നീ ജയിലിൽ പോകും. മഞ്ജു, ഇവനിനി അതിന്റെ മുകളിൽ ചാടുവോ? മഞ്ജു, നീ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മോളിൽ ചാടും. ആരാടാ നീ? ഇവിടെ ഞാൻ ആരാണെന്നുള്ളത് മുഖ്യമല്ല,
എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളതാ മുഖ്യം. മഞ്ജു അവനോട് ഇഷ്ടമാണെന്ന് പറയാൻ പാടില്ല. പൊന്നു മച്ചു, എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ എനിക്കൊരു പാറയായിട്ട് നീ ഇതിന്റെ മോളി ഒന്ന് കയറിയല്ലോ. നീ എന്തിനാ വേണ്ടത് പണിക്ക് പോയെ? അവളെ ഇഷ്ടമാണെന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഓവർ ആക്ഷൻ കാണിക്കാൻ താഴെ ഇറങ്ങടാ. നിന്നോട് ഒരു സത്യം പറഞ്ഞുതരാം. എന്തോന്ന് സത്യം? താഴോട്ട് ഇറങ്ങി വന്നാ പറയാം. ശരി. ദാ വരുന്നു ഇവനാര് മായാവിയാ? എടാ ചെറി, എന്താ സത്യം? സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഒരാളെ പേടിപ്പിക്കാം, പക്ഷെ അത് സ്നേഹിക്കുന്ന പെണ്ണിനെ ആവരുത്. അവൾ എന്റെ, നീ സ്കൂട്ടായിക്കോ പോട്ടടാ. അത് ശരി, ഇതാണോ വലിയ സത്യം? മോനെ, അവൾ ആ കീരിബാബുവിന്റെ പെങ്ങളാ. വെട്ടും കുത്തൊന്നും അവന്മാർക്കൊരു പുത്തരിയല്ല. അപ്പൊ നീ എങ്ങനെ വിളക്കും? അതൊന്നും എനിക്കും ഒരു പുത്തരിയല്ല. എന്താ? മോൻ സമയം കളയാതെ പുസ്തകം എടുത്തു വെച്ച് പഠിക്കാൻ നോക്ക്. അവിടെ നിന്നെ, നീ ഇത് എങ്ങോട്ടാ? മഞ്ജുനൊന്ന് കണ്ടിട്ട് പോ. നിനക്ക് എന്തിന്റെ കേടാ? ചാകാൻ തുറിച്ച് ഇറങ്ങിയിരിക്കുക. എന്റെ ചകടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. വാടാ ഇങ്ങോട്ട്. അമ്മാവൻ ഇങ്ങോട്ട് വാ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ ഇത്? ഇത്ര റിസ്ക് എടുത്തിട്ടും വെറും താങ്ക്സ് ഉള്ളൂ? വേറെ എന്താ നിനക്ക് വേണ്ടത്? കാശ് വേണോ? ആ കൊച്ചിനോട് വലിയൊരു താങ്ക്സ് പറഞ്ഞില്ലേ? വാ പോവാ. അമ്മാവാ. അല്ല മഞ്ജു, പറയുന്നുണ്ടോന്ന് തോന്നരുത്. ഐ തിങ്ക് ഐ ലവ് യു. എന്റെ അമ്മേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ മഞ്ജു. ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം. സ്വാമിയേ, നിനക്കൊരു ടെൻഷനും ഇല്ലല്ലേ? എന്തിനാ ടെൻഷൻ? തലി എടുക്കുമ്പോഴോ ഒരു തലി ആ എടുക്കും. എടുത്തോട്ടെ. നീ അറിഞ്ഞോ രാവിലെ ഇവിടെ വന്ന വായി നോക്കി എന്താ ചെയ്തെന്ന്? നമ്മുടെ മോളവനെ പ്രേമിച്ചില്ലെങ്കിൽ 10ാം നിലയുടെ മോളിൽ നിന്ന് ചാടി ചാകുന്നു ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതല്ല വല്യച്ഛ. പിന്നെ എന്താ അടി കൊച്ചേ, അവൻ അങ്ങനെ പറഞ്ഞതല്ലേ? ഇത്തരം നാളെ നമ്മുടെ പേര് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇപ്പൊ കുടുംബത്തിൽ കയറിയായി കളി. ഇവനെ ഈ കണക്കിന് വിട്ടാലേ ഇന്ന് പ്രേമിക്കുന്നു എന്ന് പറഞ്ഞവൻ നാളെ നമ്മുടെ കൊച്ചിനെ അടിച്ചോണ്ട് പോയാലോ? എന്താടാ ഒന്നും മിണ്ടാതെ പഴം വിഴുങ്ങി പോലെ ഇരിക്കണേ? ഞാൻ ഈ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ചെറി, ഇവനെപ്പോഴാ വന്നേ? ആർക്കറിയാം? ചെറി നടന്നതല്ല എന്നോട് പറഞ്ഞു. ഇവരോട് പറയണോ സാർ? ഞാൻ പറഞ്ഞോളാം. മഞ്ജുവിന്റെ കൂടെ പഠിക്കുന്ന ഏതോ ഒരുത്തൻ അവൾക്ക് വേണ്ടി ചാടിച്ചാകുമെന്ന് പറഞ്ഞപ്പോ ജീവൻ പണയം വെച്ച് ചെറിയ രക്ഷിച്ചത്. ആരെ? അവനെയാ? അല്ല, ഇവളെ. എടാ, ഇവന് ഇവിടെ വന്ന് പറഞ്ഞൊരു മുഴുവൻ പച്ച കള്ളവാ. ഇവിടെ പ്രേമിക്കുന്നു അവൻ അവിടെ വെച്ച് പറഞ്ഞത്. എടോ, കാര്യങ്ങളുടെ കിടപ്പറിയാതെ നിങ്ങൾ സംസാരിക്കുന്നത്. ഉണ്ടായ കാര്യം ഞാൻ പറയാം സാർ. അവിടെ നടന്ന കംപ്ലീറ്റ് സംഭവങ്ങളും പ്രേമം എന്ന വാക്കിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഇതിനിടയിലെപ്പോഴും അറിയാതെ ഞാനും പ്രേമിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞു പോയി സാർ. സാറിന്റെ പെങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ഞാൻ അങ്ങനെ പെരുമാറുമോ? ബാബുജി, നീ ഇവൻ പറഞ്ഞ് വിശ്വസിക്കരുത്. ഇവൻ ഈ നാടകം കളിക്കുന്നതിന് പിന്നിൽ എന്തോ വലിയൊരു ഉദ്ദേശമുണ്ട്. സാർ, നമ്മൾ തമ്മിലുള്ള അഗാധമായ ഈ അടുപ്പം യുവമാർക്ക് ആർക്കും പിടിക്കുന്നില്ല. അതുകൊണ്ടാ സാറിന്റെ പെങ്ങളെ യുവമാർ അവനെ കൊണ്ട് കെട്ടിക്കും സാർ. എന്താണോ നീ ഞങ്ങളെ കൂട്ടിത്തലിക്കോ? നിന്നെ കുറിച്ച് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല. എനിക്ക് നിന്നെ നല്ല വിശ്വാസം. എന്റെ അനിയത്തെ രക്ഷിച്ചതിന് താങ്ക്സ്. പോയിട്ട് വാ. സാറ് പുലിയാണ് സാർ. ജിലേബി. വിളിച്ചായിരുന്നു? ആ വിളിച്ചു. അവനെവിടെ? എനിക്കറിയില്ല മോളെ. അവനുമായിട്ടുള്ള സകല ഫ്രണ്ട്ഷിപ്പും ഞാൻ കട്ട് ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എനിക്ക് അറിയണ്ട. അവനോട് എന്നെ വന്ന് കാണാൻ പറയാം. 10 മിനിറ്റിനുള്ളിൽ അവൻ വന്ന് എന്നെ ലവ് ചെയ്യുന്നില്ലെന്ന് പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ കൊന്നു കുഴിച്ചു കൊടുക്കും. അമ്മോ, ഈ പെണ്ണിന് എന്തായാലും അവന് ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. അവനെയും കൂടി ഒന്ന് കറക്കിയെടുത്താ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. ഓ, It was so എടി much മഞ്ജു, fun. നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ മോത്ത് നോക്കി പറയണം. ഏയ് താനാരാ? എന്തേ പറയുന്നേ? നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കേണ്ടവർ കേട്ടോളും. കേൾക്കേണ്ടവര് കേൾക്കണമെങ്കിൽ അവരോട് പറഞ്ഞ പോലെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞ ഞാൻ വീണ്ടും അവളെ പ്രേമിച്ചു പോകും. ശരി, നമ്മൾ പറയാൻ വന്ന കാര്യം ഇവളോട് പറ. പറയാൻ പോവില്ലേ? എടി കൊച്ചെ, ഒരു നല്ല പൂ കണ്ടാൽ പൂമ്പാറ്റ അതിനെ പ്രേമിക്കില്ലേ? ആ പ്രേമിക്കും. അതുപോലെ ഹാൻസമായ ഞാനും സ്ലിമ്മും ട്രിമ്മുമായ നിന്റെ ഈ ഫ്രണ്ടും പ്രേമിച്ചാൽ തെറ്റാവോ? ആവില്ലല്ലോ. Just shut up. കൂൾ കൂൾ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നോട് പറ. ആങ്ങളെ റൗഡിയാന്ന് കരുതി എന്റെ അമ്മാവനെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഞാൻ ചെയ്ത തെറ്റ് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ ഇഷ്ടം ധൈര്യമായി തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രം. ഇനി ഇതിന്റെ പേരിൽ എന്റെ അമ്മാവനോട് മെക്കിട്ട് കയറരുത്. എല്ലാം അവിടെ തീരുക. ഗുഡ് ബൈ. ഇനി നമ്മൾ കാണില്ല. എന്റെ പൊന്നു മോനെ, ഇപ്പോഴാ നിനക്ക് വിവരം വെച്ചത്. അല്ല, എന്താ നിന്നത്? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മോനെ വേണ്ടടാ. ഇപ്പൊ വരാം. എടി മഞ്ജു, ഹലോ, നിങ്ങളോട് കേൾക്കാൻ പറയാ. നോക്കടി, പ്രേമിച്ച അണ്ണ തള്ളി പറഞ്ഞ ഒരു പെണ്ണ് ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല. നഷ്ടപ്പെടുന്ന പ്രണയം മനസ്സിന്റെ നീട്ടില്ല. നിനക്കത് മനസ്സിലാവില്ല. നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായ ഒരു കോൾ. ഞാൻ വരാം, സന്തോഷത്തോടെ വരാം. ഇപ്പൊ പോട്ടെ. ശരി, ആ പെണ്ണിന്റെ കാര്യം നീ അങ്ങ് പറഞ്ഞേക്കടാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എങ്ങനെ മറക്കും മാവ? എന്തിനു നിർത്തിക്കളഞ്ഞ്? നാണമായിട്ടാ. ജിലേബി നാണിച്ച എന്തൊരു സൗന്ദര്യ. എന്താ പെട്ടെന്നൊരു വിസിറ്റ്? ഒന്നുമില്ല, ചെറിയ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. കുറെ അനാഥ കുട്ടികൾക്ക് അവൻ ലൈഫ് കൊടുത്തു. അവൻ നല്ലവനാ. അമ്മാവൻ ഞങ്ങളെ ഒന്നിപ്പിക്കണം ഇവളെന്റെ പുക കണ്ടേ അടങ്ങും. പ്ലീസ്. മോളെ, ഇതിനൊരു മീഡിയേറ്റർ എന്തിനാ? നിനക്ക് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ? അവൻ ആളൊരു ടൈപ്പാ, പെട്ടെന്ന് മനസ്സ് മാറിക്കളായി. എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ. അവനെ കൊണ്ട് തന്നെ ഒന്ന് പറയിച്ചൂടെ? നിന്റെ ഈഗോ ഞാൻ ശരിയാക്കി തരാടി കൊച്ചു കള്ളി. നിനക്ക് ഈഗോ, എനിക്കാണെങ്കിൽ പേടി, അവരഹങ്കാരം. നീ ഒരു കാര്യം ചെയ്യൂ കൊച്ചേ, ഈ പ്രേമവും മണ്ണാങ്കട്ടയൊക്കെ മറന്നേക്ക്. ജിലേബി, എന്താ മോളെ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യാം മോളെ. ശരി,
ശരി ആ. ഈ അമ്മാവനെ നിനക്ക് ഇഷ്ടമല്ലേടാ? അമ്മാവന് വേണ്ടി ഞാൻ പ്രേമം പോലും ഉപേക്ഷിച്ചില്ല. വേണ്ട, ഇന്ന് തന്നെ നീ ആ പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയണം. എന്താ അമ്മാവ് ഇത്? തോന്നുമ്പോ കണക്ട് ചെയ്യാനും അല്ലാത്തപ്പോ കട്ട് ചെയ്യാനും ഇതെന്താ ഇന്റർനെറ്റാ? എന്റെ ഹാർട്ടാ. വാജുവാടി നിർത്തറ. നീ ഏതോ അനാഥപ്പിള്ളരെ രക്ഷിച്ചത് അവൾ അറിഞ്ഞു. അപ്പൊ തൊട്ട് നിന്നോടുള്ള ദേഷ്യം മാറിയെന്ന്. വാ നമ്മളോട് ഇഷ്ടമാണെന്ന് പറ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവളുടെ സിമ്പതിയും കോപ്പൊന്നും എനിക്ക് വേണ്ട. അവളുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് മതി എനിക്ക്. പിന്നെ എന്ത് കോപ്പ് കണ്ടിട്ടാ നിന്നെ ഇഷ്ടപ്പെടേണ്ടത്? നീ ആര് എബ്രഹാം ലിങ്കനാ അതോ ബിൽ ക്ലിന്റനാ? അമ്മാവാ. എന്റെ മോനെ ഞാൻ നിന്റെ കാല് പിടിക്കാവടാ. ശരി, എനിക്ക് കുറച്ച് ഈഗോ കൂടുതലാ. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. ഈഗോ കൂടുതലാണെന്ന് അപ്പൊ ഞങ്ങൾ സംസാരിക്കണം നീ കേട്ടാ? ഇല്ല. എന്ത്? ഇതേ ഡയലോഗ് അവള് പറഞ്ഞല്ലോ. സാധാരണക്കാരായ നമുക്ക് എന്തിനാ ഈഗോ? ആ പോയി പറ. നോക്ക്, നമ്മൾ താന്നു കൊടുക്കണ്ട. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. തല്ലി പരിപ്പെടുക്കടാ. ആ, എടുക്കട്ടെ. എന്റെ ശവം കണ്ടേ നീ അടങ്ങൂ. വെറുതെ കൊതിപ്പിക്കല്ലേ. ഛീ. ഏ? എന്റെ അമ്മോ, ഇവളും ഇവനും കൂടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കൂ. സിദ്ധു. ആ, അളിയാ. ഹായ് ചേച്ചി. സുഖല്ലടാ? അളിയാ. ഹായ് സിദ്ധു. പിന്നെന്തൊക്കെയാ, എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തോ? ഒരുവിധം ഓക്കെ അളിയാ. എന്താ ഇത്? അവൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനെന്താടി, അളിയനെ കണ്ടിട്ട് കുറെ കാലമല്ലോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്ത് വന്നാ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. കൂടുതൽ സംസാരിക്കണ്ട, അത്ര തന്നെ. 10th ക്ലാസ് എക്സാമിന് മിണ്ടാതിരുന്ന് പഠിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയവന് ഇപ്പോഴും മിണ്ടാതിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ റെയിൽവേ എക്സാമിനും ഇവൻ ഫസ്റ്റ് വാങ്ങിക്കും. നമ്മുടെ നല്ല സ്ട്രോങ് മൈൻഡാ ചേച്ചി. മിണ്ടിയ മാത്രമല്ല, അടിച്ച് പൊളിച്ച് ബേളം വെച്ചാൽ പോലും ഒരക്ഷരം മറന്നു പോകില്ല. അതൊന്നും എനിക്കറിയണ്ട. നീ കൂടുതൽ മിണ്ടണ്ട, അത്ര തന്നെ. അളിയ ഇവളെന്താ ഇങ്ങനെ മിണ്ടരുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? മന്ദബുദ്ധിയുള്ള മൈൻഡ് ഉണ്ട് അളിയാ. എടാ നമുക്ക് പോവാം. ഞാൻ ഒരു കൂലിയെ വിളിക്കാം. എന്തിനാടാ? അളിയനില്ലേ? സിദ്ധു, വേഗം കുളിച്ച് റെഡി ആയിക്കും. ചേച്ചി, എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. നീ വേഗം കുളിച്ച് റെഡി ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. എന്താ ഇങ്ങനെ നോക്കുന്ന സിദ്ധു? ഇങ്ങനെ മിഴിച്ചു നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ. എടി, നീ ഒന്ന് ഈ തുണി കൊടുക്ക്, അല്ലെങ്കിൽ ഡോർ അടയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകും. അതെയോ? ഇപ്പൊ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സകലതും ശരിയായി. സിദ്ധു ഈ എക്സാം എഴുതി റെയിൽവേ സൂപ്രണ്ടായ അവന്റെ ലൈഫ് സേഫായി. അവന്റെ കല്യാണം കൂടെ നടത്തി കൊടുത്താ എന്റെ കടമ തീരും. എന്റെ അനിയത്തെ അവനെ കൊണ്ട് കെട്ടിച്ചാൽ എന്താ? ഹാ, നിങ്ങളുടെ പെങ്ങള് സൂപ്പർ ഫാസ്റ്റ്. എന്റെ അനിയനാണെങ്കിലോ ഡെഡ് സ്ലോ. എങ്ങനെ ശരിയാവാനാ? എന്നെ പോലെ അവനും അനുഭവിച്ചോട്ടെ. എന്താ? അല്ല, നല്ല ചേർച്ചയാണെന്ന്. എടാ, നിനക്ക് വേണ്ടി ഈ കൽക്കട്ട മുഴുവൻ ചുറ്റി എല്ലാ തരം മീനും വാങ്ങിക്കൊണ്ടു വന്നിരിക്കുക നിന്റെ അളിയൻ. താങ്ക്സ് അളിയാ. ഹായ്. എന്താളിയാ, മനസ്സിലായില്ലേ? എന്റെ അനിയത്തി ആളിയാ. ഓ, നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് ഉണ്ടായിരുന്നല്ലേ? ഓ, പിറന്ന മേനി കണ്ട കാര്യം പറഞ്ഞില്ല, ഭാഗ്യം. ഇപ്പൊ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടിന് വെയിറ്റ് ചെയ്യാ. ഓ, അത് ശരി. ഇവൻ ആള് കൊള്ളാലോ. കുട്ടി ഇരിക്കൂ. സാരില്ലേട്ടാ? ഇല്ല, സാരമല്ല, ഇരിക്കൂ. ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ പോലല്ല, നല്ല അടക്കം ഒതുക്കൊണ്ടല്ലേ? പിന്നെ അതൊന്നും അല്ലടാ, നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാ. അതിന്റെ നാണ അവൾക്ക്. നാണോ ഇവക്കോ? അവൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടി വെച്ചേ. ഹായ്, വെൽക്കം ടു കൽക്കട്ട. നീ എന്ന് ഞങ്ങളുടെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഞങ്ങൾക്ക് ശനിദശ. നീ ഇവിടെ എന്നാ ഉണ്ടാക്കാൻ വന്ന? വെറുതെ തൊള്ളവറക്കണ്ട. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ നായക് ബായിയുടെ ഈ പ്ലാൻ. നായക്ക് ഞങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് അന്വേഷിക്കാൻ അവൻ ആരാടാ? ഒന്ന് വെറുതെ ഇരിക്ക്. ശരിക്കുള്ള ട്വിസ്റ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നവർ എന്തോന്നാ എത്ര പറഞ്ഞറിയിക്കാൻ. ഇനി അടുത്ത പണി എന്തായിരിക്കുവോ? ശരി. നമ്മുടെ മുമ്പ് വെച്ച് അവിടെ പോയി കെട്ടിപ്പിടിക്കുന്ന കണ്ടില്ല, എന്തൊരു നാണക്കേടാ. എന്റെ തലയിലെഴുത്ത്, അല്ലാണ്ട് എന്താ പറയാ? ഞാന് ചെറിയല്ല. ഞാന് ചെറിയല്ല. പെട്ടെന്നെന്താ ഇവൻ ചെറിയല്ലാന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ ട്വിസ്റ്റിന്റെ കാര്യം. അങ്ങളെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഞങ്ങൾക്ക് സുഖമാണെങ്കിൽ എന്താ, അല്ലെങ്കിൽ എന്താ. ചെറിക്ക് വേണ്ടപ്പെട്ടവരാന്ന് മനസ്സിലായി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേരാ ഇവന്റെ പേര്. എന്താടാ നീ കൽക്കട്ട കാൽ കുത്തിയപ്പോ ഞങ്ങളുടെ പേരൊക്കെ അങ്ങ് മറന്നോ? എടാ ജിലേബി, സാർ, ഇവൻ ഞങ്ങളെയൊക്കെ മറന്നോടാ? മറന്നുപോയെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഒന്ന് ആ മുഖം ഇങ്ങോട്ട് തിരിച്ചു നോക്കിയേ. മഞ്ജു, ഞാനാണ് ചെറി. സത്യമായിട്ടും? ഒന്ന് കെട്ടിപ്പിടിച്ച് നോക്ക്. വല്ലിച്ച, ഇതാ എന്റെ ചെറി. കൺഫേം. ഒക്കെ ഞാൻ കണ്ടു. കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. വെല്ലിച്ചിനും ആങ്ങളെ നിൽക്കുന്നേ. ഇവൻ ചെറിയാന്ന് അവക്കെന്താ എത്ര ഉറപ്പ്? ഒരാളെ പോലെ 7 പേരുണ്ടാവും പറയുന്നത്. ഒന്നും ഉണ്ടായില്ല ചാണത്തറയാ. 2 വന്നപ്പോഴേ ഇങ്ങനെ, ബാക്കി 5 കൂടെ വന്നാ നിന്റെ പെങ്ങളെ ബാക്കി ഉണ്ടാവില്ല. എന്താ ഇതൊക്കെ? അകത്ത് അച്ഛനും അമ്മയ്ക്കുണ്ട്. അവരെല്ലാം പറയും. വാ. ശരി. അന്ന് ഇവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ച് തന്നിരുന്നെങ്കിൽ കണ്ണുരുട്ടണ്ട. എനിക്ക് നല്ലൊരു കുടുംബ ജീവിതവും കിട്ടിപ്പോയേന് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഒന്ന് ആലോചിച്ചേ. എന്നെ പോലെ വരണേ 100 ജന്മം താമസിക്കുന്ന കിട്ടുമായിരുന്നു. നിന്റെ പെങ്ങളെ അപ്സരസോ ഐശ്വര്യോ എവനെങ്കിലും തലയെ വെച്ച് കെട്ടിക്കൂടെ? എന്ന് കരുതി ഈ പരട്ട കിളവന് കെട്ടിച്ചു കൊടുക്കണം. ആ നിന്റെ പെങ്ങളെ കെട്ടാൻ ഫഹദ് ഫാസിലോ കുഞ്ചാക്കോ ബോബനോ വരും. അതുവരെ നമുക്ക് പൃഥ്വിരാജിനെ ഒന്ന് ആലോചിച്ചാൽ എന്താ? വെല്ലിച്ച എന്താടി വെല്ലിച്ച വീണ്ടും കൺഫ്യൂഷനായി. ചെറിയാന്ന് കരുതി സിദ്ധുവിന് ഉമ്മ കൊടുത്തു. അവൻ തെറ്റിദ്ധരിച്ചു കാണുമോ എന്തോ. വെല്ലിച്ചൊന്ന് പോയി പറയോ. നീ എന്താടി കരുതിയേ ഞാൻ നിന്റെ ബ്രോക്കർ ആണെന്നോ? നിന്റെ ബ്രോക്കർ പണി ചെയ്യാൻ വേറെ ആളെ നോക്കടി. ചേച്ചി അതിനു മുൻപ് സിദ്ധു ആണെന്ന് കരുതി ഞാൻ ബാത്റൂം കഥവ് തുറന്നു. അതിൽ ചെറിയായിരുന്നു. സോറി ചേച്ചി. ഹോ, ശരി വിട്. ബാത്റൂമിൽ പോയോ? ബെഡ്റൂമിൽ പോകാൻ പാടില്ലായിരുന്നു. മെനഞ്ഞത് പോയി വലിച്ച അവിടെയും കൺഫ്യൂഷൻ ആയി. എടാ ജിലേബി സാർ, ദേ ഇവിളുമാരെ കൊണ്ടുപോയി ഞാൻ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കും. പ്രേമിക്കുന്ന അവർക്ക് പോലും അറിയില്ല, പിന്നെ എനിക്കെങ്ങനെ അറിയാം സാർ? എടാ ഇവിടെ ഉള്ളവന്മാരുടെ കൂട്ടത്തിൽ സകല കൂടായ്പ അറിയാന്നോ നീ മാത്രമേ ഉള്ളൂ. കൂട്ടിക്കൊണ്ട് പോടാ. ശരി സാർ.